കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിച്ചുവെച്ചതും വളർന്നു വന്നതും ലോകം കണ്ട ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലായിരുന്നു. തൻ്റെ അത്യം ആ നാട്ടിൽ പിറക്കുന്ന ഒരു ബാലന്റെ കൈകളെ കൊണ്ടായിരിക്കുമെന്ന കൊട്ടാര ജ്യോത്സ്യന്മാരുടെ പ്രവചനം ഭയന്ന് ആ നാട്ടിലെ പിഞ്ചു പൈതങ്ങളെല്ലാം നിഷ്കരുണം വധിച്ചു കളഞ്ഞ ഫിർഔൻ എന്ന ലോകം കണ്ട ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരി. എന്നാൽ തൻ്റെ ഭാര്യയുടെ പ്രത്യേക ആവശ്യപ്രകാരം മൂസ എന്ന പിഞ്ചു പൈതലിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ദത്തെടുക്കുമ്പോൾ ഫിർഔൻ നടത്തുന്ന ഒരു അഗ്നിപരീക്ഷയുണ്ട്. മുട്ടിലെഴിയുന്ന മുലകുടി മാറാത്ത മൂസക്ക് മുന്നിൽ ഒരു ഭാഗത്ത് സ്വർണ്ണക്കട്ടയും മറുഭാഗത്ത് തീക്കട്ടയും വെച്ചുകൊണ്ട് ഫിർഔൻ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്, ഇതിലുള്ള സ്വർണ്ണക്കട്ടയാണ് മൂസ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവനെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും. വരും കാലത്ത് അവൻ എനിക്കൊരു ഭീഷണിയാവാൻ സാധ്യതയുണ്ട്. ഇതിലുള്ള തീക്കട്ടയാണ് മൂസ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാം എന്ന് പറയുന്ന സമയത്ത് പിഞ്ചുബാലന്റെ കൈകൾ നീണ്ടുപോകുന്നത് എണ്ണിത്തിളങ്ങുന്ന മനോഹരമായ സ്വർണ്ണക്കട്ടയിലേക്കായിരുന്നു. ആ സമയത്താണ് വാനലോകത്തു നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതും മൂസ എന്ന പൈതലിന്റെ കൈകളെ സ്വർണ്ണക്കട്ടയിൽ നിന്നും തീക്കട്ടയിലേക്ക് തട്ടിമാറ്റുന്നത്. ഒന്നും അറിയാതിരുന്ന ആ പൈതൽ തീക്കട്ടയെടുക്കുകയും തൻ്റെ വായിലിടുകയും ചെയ്തപ്പോൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട നാവിൽ മുറിവ് സംഭവിക്കുകയും പിന്നീടുള്ള ജീവിതകാലത്ത് മുഴുവനും തൻ്റെ സംസാരത്തിൽ അതിൻ്റെ പ്രയാസങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അധികാരത്തിൻ്റെ അഹങ്കാരത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതകൾ ചെയ്തു കൂട്ടിയ ഫിർഔൻ ഒന്നുമല്ലാതായി പോയത് ചെങ്കടൽ പിളർന്നപ്പോഴോ അതിൽ മുങ്ങിത്താന്നപ്പോഴോ അല്ല, മുറിഞ്ഞുപോയ നാവുകൊണ്ട് ചേർത്ത് വെച്ച വാക്കുകൾ. അധികാരികളുടെ അധികാരിയായ സർവശക്തന്റെ മുന്നിൽ അധികാരങ്ങൾ ഏതുമില്ലാതെ പോയി നിൽക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. കാലത്തിന്റെ കണക്കെടുപ്പിൽ നമ്മളും ചോദ്യം ചെയ്യപ്പെടും. മുറിവേതുമില്ലാത്ത നാവുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല?